إن الله وملائكته يصلون على النبي. السلام عليكم ورحمة الله وبركاته. നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായുള്ള തഫ്സീറിൻ്റെ സബക്കിലാണ് നമ്മളുള്ളത്. സൂറത്ത് യാസീനാണ് നമ്മൾ ആദ്യമായി ഇതിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്നത്. സൂറത്ത് യാസീൻ ഒരുപാട് മഹത്വങ്ങളുള്ള സൂറത്താണ്. നാം എല്ലാവരും മനഃപ്പാഠമാക്കിയ, വളരെ ചെറുപ്പത്തിലെ തന്നെ മനഃപ്പാഠമാക്കുന്ന സൂറത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട സൂറത്താണ് സൂറത്ത് യാസീൻ. നമ്മളൊക്കെ നിരന്തരമായി പാരായണം ചെയ്യുന്ന സൂറത്ത് കൂടിയാണ്. ഒരുപക്ഷെ ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പാരായണം ചെയ്യുന്നത് സൂറത്ത് യാസീനായിരിക്കും. സൂറത്ത് യാസീനിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഇഖ്റഉ സൂറത്ത യാസീൻ അലാ മൗതാക്കും. നിങ്ങൾ മരണാസന്നരായ ആളുകളുടെ അരികിൽ വെച്ച് സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക. ഒന്ന് മരണാസന്നരായ ആളുകളുടെ അരികിൽ വെച്ച് എന്നർത്ഥം, അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞ ആളുകളുടെ അരികിൽ വെച്ചും സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക എന്ന് ഈ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഉമ്മു ദർദ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാമിൻ മയ്യിത്തിൻ യുഖ്റഉ അലൈഹി സൂറത്തു യാസീൻ ഇല്ലാ ഹവ്വനല്ലാഹു അലൈഹി. ഏതൊരു മയ്യത്തിനരികിൽ വെച്ചും സൂറത്ത് യാസീൻ പാരായണം ചെയ്യപ്പെടുകയാണെങ്കിൽ ആ മയ്യത്തിൻ്റെ പരലോക കാര്യങ്ങൾ അല്ലാഹു തആല ലഘൂകരിച്ചു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഉമ്മു ദർദ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം. ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറഅ യാസീൻ ഫീ ലൈലത്തിൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹി ഗഫറല്ലാഹു ലഹു ഫീ തിൽക്കൽ ലൈലത്തി ഖറജഹു ഗഫറല്ലാഹു ലഹു ഫീ തിൽക്കൽ ലൈല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ സൂറത്ത യാസീൻ, ആരെങ്കിലും യാസീൻ സൂറത്ത് പാരായണം ചെയ്താൽ ഫീ ലൈലത്തിൻ, ഒരു രാത്രിയിൽ, ഇബ്തിഗാഅ വജ്ഹില്ലാഹി, അള്ളാഹുവിൻ്റെ വജ്ഹിനെ പ്രതീക്ഷിച്ചുകൊണ്ട്, മറ്റു ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതെ അള്ളാഹുവിൻ്റെ വജ്ഹ്, അള്ളാഹുവിൻ്റെ റിള പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾ സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ ഗഫറല്ലാഹു ലഹു, അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കുന്നതാണ് ഫി തിൽക്കൽ ലൈലത്തി, ആ രാത്രിയിൽ തന്നെ അയാളുടെ ദോഷങ്ങളെ അള്ളാഹു തആല പുറത്തു കൊടുക്കുന്നതാണെന്ന് മഹാനരായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് രേഖപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, ഇന്ന ലികുല്ലി ഷൈഇൻ ഖൽബൻ, എല്ലാ ഓരോ സാധനങ്ങൾക്കും ഒരു ഹൃദയമുണ്ട്. വ ഖൽബുൽ ഖുർആനി യാസീൻ, യാസീനാണ് ഖുർആനിൻ്റെ ഹൃദയമെന്ന് അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം. അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം, മൻ ഖറഅ യാസീൻ കതബല്ലാഹു ലഹു ബിഹാ ഖിറാഅത്തുൽ ഖുർആനി 10 മറാത്തിൻ, ആരെങ്കിലും ഒരാൾ യാസീൻ സൂറത്ത് പാരായണം ചെയ്താൽ 10 തവണ ഖുർആൻ പാരായണം ചെയ്തതിൻ്റെ പ്രതിഫലം അയാൾക്ക് അല്ലാഹു തആല രേഖപ്പെടുത്തുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഹദീസിൽ കാണാം. മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലുണ്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാല പറഞ്ഞു, ഇന്ന ഫിൽ ഖുർആനി, തീർച്ചയായും ഖുർആനിലുണ്ട്, ഇല സൂറത്തൻ, ഒരു സൂറത്തുണ്ട്. എന്താണ് ആ സൂറത്തിന്റെ പ്രത്യേകത? തശ്ഫഉ, ആ സൂറത്ത് ശുപാർശ ചെയ്യും, ലി ഖാരിഇഹ, അതിനെ പാരായണം ചെയ്യുന്ന ആൾക്ക്, വ തഗ്ഫിറു, അത് പൊറുക്കലിനെ തേടുകയും ചെയ്യും, ലി മുസ്തമിഇഹ, അതിനെ കേൾക്കുന്ന ആൾക്ക്. അപ്പോൾ കേൾക്കുന്ന ആൾക്ക് പൊറുക്കലിനെ തേടുകയും ഓതുന്ന ആൾക്ക് അള്ളാഹുവിൻ്റെ അരികിൽ ശുപാർശ ചെയ്യുകയും ചെയ്യുന്ന, നാളെ പരലോക ജീവിതം രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുകയും ചെയ്യുന്ന ഒരു സൂറത്തുണ്ട് ഖുർആനിൽ, അല വഹിയ സൂറത്തു യാസീൻ, അത് സൂറത്തു യാസീൻ ആണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. സൂറത്ത് യാസീന് നിരവധി പേരുകളുണ്ട്. അതിൽപ്പെട്ട ഒരു പേരാണ് അദ്ദാഫിഅത്ത്. ദാഫിഅത്ത് എന്ന് പറഞ്ഞാൽ
പ്രതിരോധിക്കുന്നത്. അപകടങ്ങൾ വരുമ്പോൾ, ആപത്തുകൾ വരുമ്പോൾ, എന്തെങ്കിലും ആ ആൾക്ക്, അതിൻ്റെ ആ ഓതുന്ന ആൾക്ക് എന്തെങ്കിലും ആപത്തുകൾ വരുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കുക എന്ന അർത്ഥത്തിൽ അദ്ദാഫിഅത്ത് എന്ന് സൂറത്ത് യാസീന് പേരുണ്ട്. അതുപോലെ തന്നെ വൽ ഖാളിയത്തു, ഖാളിയത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യം നിർവഹിക്കുക. അപ്പൊ നമ്മുടെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി ഓതാവുന്ന സൂറത്താണ് സൂറത്ത് യാസീൻ. എന്തുകൊണ്ടാണ് അതിന് ദാഫിഅത്ത് എന്നും ഖാളിയത്ത് എന്നും പേര് വെക്കപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നുണ്ട്, തദ്ഫഉ അൻ സ്വാഹിബിഹ കുല്ല സൂഇൻ. ഈ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്ന ആൾക്ക് എല്ലാ ദുരിതങ്ങളെയും ആ സൂറത്ത് യാസീൻ പ്രതിരോധിക്കുന്നതാണ്. വ തഖ്ലീലഹു കുല്ല ഹാജത്തിൻ, അവൻ്റെ എല്ലാ ആവശ്യങ്ങളെയും ആ സൂറത്ത് യാസീൻ നിറവേറ്റി കൊടുക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അതുകൊണ്ടാണ് ഖാളിയത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യം നിർവഹിച്ചു തരുന്നത്, ദാഫിഅത്ത് ദുരന്തങ്ങളെ പ്രതിരോധിക്കുന്നത് എന്നൊക്കെ അർത്ഥത്തിൽ ഈ സൂറത്തിന് പേര് വരാൻ കാരണം. അപ്പം നമ്മൾ ദുആ ചെയ്യുമ്പോഴൊക്കെ യാസീൻ ഓതി ദുആ ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ്. കാരണം നമ്മുടെ ആവശ്യ നിർവഹണങ്ങളോ ദുരിത പ്രതിരോധങ്ങളോ ആണല്ലോ കാര്യമായിട്ട് നമ്മൾ ചോദിക്കുന്നത്. ഇത് രണ്ടും സാധ്യമാകുന്ന സൂറത്താണ് സൂറത്ത് യാസീൻ. അതുകൊണ്ട് സൂറത്ത് യാസീൻ ഓതിയ ശേഷം ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഇജാബത്ത് വളരെയധികം പ്രതീക്ഷിക്കപ്പെടാവുന്നതാണ് എന്ന് ഈ ഹദീസുകളുടെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനരായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ യാസീൻ സൂറത്തിന്റെ ഫളല്, അതിന്റെ ശ്രേഷ്ഠത, മഹത്വം വിശദീകരിക്കുന്ന ഒട്ടനവധി ഹദീസുകളുണ്ട്. അതിൽ മഹാനരായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, മൻ ഖറഅ സൂറത്ത് യാസീൻ, ആരെങ്കിലും സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ ഹീന യുസ്ബിഹു, നേരം വെളുക്കുന്ന സമയത്ത്, പ്രഭാതം പുലരുന്ന സമയത്ത്, അങ്ങനെ ചെയ്താൽ ഉഅ്തിയ, അവന് നൽകപ്പെടുന്നതാണ് യുസ്റു യൗമിഹി, അവന്റെ ആ പകലിന്റെ എളുപ്പം. ആ പകൽ അവന് എളുപ്പമായി കടന്നു പോകും. പകൽ എളുപ്പമായി കടന്നു പോകണമെന്ന നിയ്യത്തോടെ ഒരാൾ സുബ്ഹ് നിസ്കരിച്ച് യാസീൻ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അവന്റെ പകൽ അവന് എളുപ്പമായി പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെ കടന്നു പോകുന്നതാണ്. പിന്നെയോ വമൻ ഖറഅഹ ഫീ സ്വദ്രി ലൈലത്തിൻ, രാത്രിയുടെ ആരംഭത്തിൽ അഥവാ മഗ്രിബിന്റെ സമയത്ത് ഒരാൾ ഈ യാസീൻ സൂറത്ത് പാരായണം ചെയ്യുകയാണെങ്കിൽ ഉഅ്തിയ, അയാൾക്ക് നൽകപ്പെടുന്നതാണ് യുസ്റു ലൈലത്തിഹി, അയാളുടെ രാത്രിയുടെ എളുപ്പം. ആ രാത്രി അയാൾക്ക് പ്രയാസമേതുമില്ലാതെ കടന്നു പോകുന്നതാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അങ്ങനെ ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ സൂറത്ത് യാസീനിനെ കുറിച്ച് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഇനിയും ഒട്ടനവധി ഹദീസുകളുണ്ട്, അതിലേക്ക് മുഴുവനായിട്ട് കടക്കുകയല്ല. സൂറത്ത് യാസീനിന്റെ തഫ്സീർ നമുക്ക് പറയേണ്ടതുണ്ട്. സൂറത്ത് യാസീൻ മക്കിയായ സൂറത്താണ്, മക്കയിൽ അവതരിക്കപ്പെട്ട സൂറത്താണ്. 45-ാമത്തെ ആയത്തൊഴികെ മറ്റെല്ലാ ആയത്തുകളും മക്കയിൽ അവതരിക്കപ്പെട്ടതാണ്. ആ ആയത്ത് മദീനയിൽ വെച്ച് അവതരിപ്പിക്കപ്പെട്ടതാണ്. 83 ആയത്തുകളാണുള്ളത്. സൂറത്ത് യാസീൻ, എന്താണ് യാസീൻ എന്ന് പറയുന്ന പദത്തിനർത്ഥം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ, യാസീൻ എന്ന പദത്തിന് സാധാരണഗതിയിൽ നമ്മൾ അലിഫ് ലാം മീം, അലിഫ് ലാം റാ എന്നൊക്കെ പറയുന്നത് പോലെ ആ ഹർഫുകളെ കുറിച്ച്, ഹുറൂഫുൻ മുഖത്തായ ഹർഫുകളാണ് എന്ന് പറഞ്ഞ് അല്ലാഹു അഅലമു ബിമുറാദിഹി ബിദാലിക സാധാരണഗതിയിൽ തഫ്സീറുകളിൽ പ്രയോഗിച്ചു വരുന്നൊരു ശൈലിയാണത്. അതിന്റെ ഉദ്ദേശം എന്താണ് എന്നത് അള്ളാഹുവിന് മാത്രമേ അറിയൂ. അലിഫ് ലാം മീം എന്താണ് അതിന്റെ ഉദ്ദേശം? അത് അള്ളാഹുവിനെ അറിയുകയുള്ളൂ എന്നാണ് ഭൂരിഭാഗം മുഫസ്സിറുകളും പറയുന്നത്. എന്നാൽ ചില മുഫസ്സിറുകൾ അതിനെ വ്യാഖ്യാനിച്ചതായിട്ടും കാണാം. വ്യാഖ്യാനിച്ചവർ പറയുന്നുണ്ട് അലിഫ് ലാം മീം എന്നത് അലിഫ് അള്ളാഹുവിനെയും ലാം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും മീം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞതായിട്ട് കാണാം. അതുപോലെ ഹുറൂഫുൻ മുഖത്തഅത്താണ് യാസീൻ എന്ന പദം എന്ന് മുഫസ്സിറുകൾ പറയുന്നു. ഹുറൂഫുൻ മുഖത്തഅത്താണ്. അതുകൊണ്ട് അതിന്റെ വ്യാഖ്യാനം അല്ലാഹു അഅലമു ബിമുറാദിഹി ബിദാലിക, അള്ളാഹുവിനാണ് എന്താണ് യാസീൻ എന്ന പദത്തിന്റെ കൃത്യമായ വിവക്ഷ എന്നത് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ എന്നാണ്. നമ്മൾ തഫ്സീറുൽ ജലാലീനിയാണ് നോക്കുന്നത്. അതുകൊണ്ട് തഫ്സീറുൽ ജലാലീനിയിൽ മഹാനവറുകൾ പറഞ്ഞത് അപ്രകാരമാണ്, അല്ലാഹു അഅലമു ബിമുറാദിഹി ബിഹി, അതുകൊണ്ടുള്ള ഉദ്ദേശ്യം എന്താണെന്ന് കൃത്യമായി അറിയുന്നവൻ അള്ളാഹുവാണ്. എന്നാൽ ഈ യാസീൻ എന്ന പദത്തെ വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്. വിശദീകരിച്ചവർ പലരും പറഞ്ഞു അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുകയാണ്. യാസീൻ എന്ന് പറഞ്ഞാൽ യാ ഇൻസാൻ എന്നാണ് ആ പദത്തിനർത്ഥം. യാ ഇൻസാൻ എന്നതിന് ലഘൂകരിച്ചുകൊണ്ട് യാസീൻ എന്ന് വിളിച്ചതാണ്. യാ ഇൻസാൻ എന്ന് പറഞ്ഞാൽ ഓ മനുഷ്യ. മനുഷ്യൻ എന്ന് പൂർണ്ണാർത്ഥത്തിൽ വിളിക്കപ്പെടാൻ ഭൂമുഖത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഏറ്റവും യോഗ്യൻ. അതുകൊണ്ട് യാസീൻ എന്ന് പറഞ്ഞാൽ യാ ഇൻസാൻ, ഓ സമ്പൂർണ്ണ മനുഷ്യ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല സംബോധന ചെയ്യുകയാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്.
എന്നിട്ട് പറയുകയാണ്, കാരണം അതിനുശേഷമുള്ള ആയത്തുകളാണ് അതിന് ബലമായി തെളിവായിട്ട് പറയുന്നത്. യാസീൻ, ഓ മനുഷ്യ അല്ലെങ്കിൽ ഓ നബിയെ, എന്താണ്? വൽ ഖുർആനിൽ ഹക്കീം, ഈ ഹക്കീമായ ഖുർആൻ തന്നെ സത്യം, ഇന്നക, തീർച്ചയായും അങ്ങ്, ലമിനൽ മുർസലീൻ എന്ന് പറഞ്ഞാണ് പോകുന്നത്. അപ്പൊ അങ്ങ് എന്ന് പറയുന്നതിന് മുമ്പ് ആദ്യം ഒരു അഭിസംബോധനയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബോധന ചെയ്യുന്ന ഒരു പദമാണ് യാസീൻ എന്ന് പറഞ്ഞവരുണ്ട്. അതുപോലെ യാസീൻ എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകളിൽപ്പെട്ട ഒരു പേരാണ്. ഇസ്മും മിൻ അസ്മാഇ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പേരാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. യാസീൻ എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകളിൽപ്പെട്ടതാണ്. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു യാസീൻ എന്നത് ആ സൂറത്തിന്റെ പേരാണ്. യാസീൻ എന്നത് ഈ ഓരോ സൂറത്തുകളിലും ഓരോ പേരുകളുണ്ടല്ലോ, അതുപോലെ ഈ സൂറത്തിന്റെ പേരും യാസീൻ എന്ന് തന്നെയാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. അപ്പോൾ ഏതായാലും യാസീൻ എന്ന പദത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പണ്ഡിത ലോകത്തുള്ള മുഫസ്സിരീങ്ങളുടെ ലോകത്തുള്ള അഭിപ്രായം. ഭൂരിഭാഗം പണ്ഡിതന്മാരും ഇതിനെക്കുറിച്ച് അള്ളാഹു അഅലമു ബിമുറാദിഹി ബിഹി എന്ന് പറഞ്ഞ് ആ കാര്യം, അതിൻ്റെ സമ്പൂർണ്ണ ജ്ഞാനം അള്ളാഹുവിനാണ് എന്ന് പറഞ്ഞ് അള്ളാഹുവിലേക്ക് ബരമേൽപ്പിക്കുന്നതാണ് ശൈലി. മഹാനരായ ഇമാം ജലാലീനി റളിയല്ലാഹു അൻഹുമ, ഇവിടെ മഹാനരായ ജലാലീനി എന്ന തഫ്സീറിൽ മഹാനരായ മുസന്നിഫ് സ്വീകരിച്ചതും ഇതേ ശൈലി തന്നെയാണ്. വൽ ഖുർആനിൽ ഹക്കീം, യുക്തിഭദ്രമായ ഖുർആൻ തന്നെ സത്യം. അൽ ഹക്കീം എന്ന് പറഞ്ഞാൽ, യുക്തിഭദ്രമായ ഖുർആൻ എന്ന് പറയുന്നത്, ഈ ഖുർആനിലുള്ള കാര്യങ്ങളെല്ലാം അള്ളാഹു കൃത്യമായ യുക്തിയോടുകൂടിയാണ് സംവിധാനിച്ചിട്ടുള്ളത്. വൽ ഖുർആനിൽ ഹക്കീം, സാരസമ്പൂർണമായ അർത്ഥഗർഭമായ ആശയസമ്പുഷ്ടിയുള്ള ഈ ഖുർആൻ തന്നെ സത്യം. അൽ മുഹ്കമി, ആശയസമ്പൂർണതയുള്ള ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അത് തന്നെ എങ്ങനെയാണ്? ബി അജീബിൻ നവമി, വളരെ അത്ഭുതകരമായ ശൈലിയിലാണ് ഖുർആൻ. അതിൻ്റെ ഗദ്യവുമല്ല പദ്യവുമല്ല, ഗദ്യത്തിൻ്റെ വിരസതയോ പദ്യം പോലെ ഈണത്തിൽ പാടുകയോ ചെയ്യുന്നതല്ല, ഭക്തി നിർഭരമായ രൂപത്തിൽ പാരായണം ചെയ്യപ്പെടേണ്ട ഗ്രന്ഥമായാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. വ ബദീഉൽ മആനി, അദ്വിതീയമായ ആശയങ്ങൾ, മറ്റൊരിടത്തും കാണാൻ പറ്റാത്തത്രയും സാരസമ്പൂർണവും അർത്ഥഗർഭവുമായ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വളരെ ആശയവിശാലതയുള്ള ഒരു ഗ്രന്ഥമാണ് ഈ ഖുർആൻ. ആ ഖുർആൻ തന്നെ സത്യം. ഇന്നക, തീർച്ചയായും നബിയെ അങ്ങ്, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ലമിനൽ മുർസലീൻ, അങ്ങ് മുർസലീങ്ങളിൽപ്പെട്ട ആൾ തന്നെയാണ്. അങ്ങ് തീർച്ചയായും പ്രവാചകർ തന്നെയാണ്. എങ്ങനെയുള്ള പ്രവാചകരാണ്? അലാ സിറാത്തിൻ മുസ്തഖീം, നേരായ മാർഗത്തിൽ സഞ്ചരിക്കുന്ന സത്യസന്ധരായ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടവർ തന്നെയാണ് അങ്ങ്. സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ സിറാത്തുൽ മുസ്തഖീം, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് നമ്മൾ ദുആ ചെയ്യാറുണ്ട്. എന്താണ് സിറാത്തുൽ മുസ്തഖീം? അതായത് ത്വരീഖുൽ അംബിയ, അംബിയാക്കന്മാരുടെ പാത, ഖബ്ലക, അങ്ങേക്ക് മുമ്പുള്ള അംബിയാക്കന്മാരുടെ പ്രവാചകന്മാരുടെ പാതയിൽ തന്നെയാണ് അങ്ങ്. എന്താണ് ആ പാത? അത്തൗഹീദി, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ തൗഹീദ്, ഏകത്വത്തെ അംഗീകരിക്കുകയും അതിനെ പ്രബോധനം ചെയ്യുകയും ചെയ്യുക എന്ന പാതയാണ്. മുൻകാല പ്രവാചകന്മാർ, അങ്ങേക്ക് മുമ്പ് എത്ര പ്രവാചകന്മാർ കടന്നുപോയിട്ടുണ്ടോ ആ പ്രവാചകന്മാരെല്ലാം ഇവിടെ പ്രബോധനം ചെയ്തത് അള്ളാഹുവിൻ്റെ ഏകത്വത്തെയാണ്, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ തൗഹീദിനെയാണ്. ആ തൗഹീദിന്റെ പാതയിൽ തന്നെയാണ്, അതേ തൗഹീദ് തന്നെയാണ് അങ്ങും പ്രബോധനം ചെയ്യുന്നത്. വൽ ഹുദ, സന്മാർഗവും. സന്മാർഗം എന്ന് പറയും, തൗഹീദ് എല്ലാ പ്രവാചകന്മാരും ഒരേപോലെ തന്നെ. എന്നാൽ ഹുദ എന്ന് പറയുമ്പോൾ, സന്മാർഗം എന്ന് പറയുമ്പോൾ ഓരോ പ്രവാചകന്മാരുടെയും കാലഘട്ടത്തിൽ ഓരോ സമൂഹങ്ങൾക്കും വ്യത്യസ്തങ്ങളായ നിയമങ്ങളായിരുന്നു. അള്ളാഹു എന്താണ് ഒരു സമൂഹത്തിന് നിയമമായി പറഞ്ഞത്, ആ നിയമം അനുസരിക്കുക എന്നുള്ളതാണ് സന്മാർഗം. അപ്പോൾ സന്മാർഗത്തിലായും മറ്റു പ്രവാചകന്മാരുടെ തൗഹീദ് പ്രബോധന പാതയിലായും അങ്ങ് തീർച്ചയായും ദൂതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടവർ തന്നെയാണ് എന്ന് അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശേഷണം നൽകുകയാണ്. ഇവിടെ ഇന്നക എന്ന് പറഞ്ഞു, തീർച്ചയായും അങ്ങ് എന്ന തഅ്കീദ്, അറബി ഗ്രാമർ പ്രകാരം തഅ്കീദ് എന്ന് പറയും. അതേപോലെ തന്നെ ലമിനൽ മുർസലീൻ, സത്യം ചെയ്തു പറഞ്ഞതും എല്ലാം, തഅ്കീദ് ചെയ്തതും സത്യം ചെയ്തു പറഞ്ഞതും എല്ലാം റദ്ദുൽ ലിഖൗലിൽ കുഫാരി, കാഫിരീങ്ങളായ ആളുകളുടെ വാദത്തിനുള്ള മറുപടിയായിട്ടാണ്. ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളോട് കാഫിരീങ്ങൾ പറയാറുണ്ടായിരുന്നു, ലസ്ത മുർസല, നിങ്ങൾ മുർസലല്ല എന്ന്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തുമായി ഇവരിലേക്ക് ചെല്ലുന്ന സമയത്ത് അവർ അത് അംഗീകരിക്കാതെ നബി തങ്ങളോട് അവർ പറയാറുണ്ടായിരുന്നു, ലസ്ത മുർസലൻ, നബിയെ അങ്ങ്, നബിയെ എന്നല്ല പ്രവാചകരുടെ പേര് വിളിച്ചുകൊണ്ട് പറയും, ലസ്ത മുർസല, താങ്കൾ മുർസലിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ല എന്ന് നിഷേധിക്കുമ്പോഴാണ്, ആ നിഷേധത്തിന് അതിനേക്കാൾ ഗൗരവത്തിലാണ് വിശുദ്ധ ഖുർആൻ എതിർക്കുന്നത്. ഇന്നക ലമിനൽ മുർസലീൻ, തീർച്ചയായും അങ്ങ് മുർസലീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവർ തന്നെയാണ്. അതിനു മുമ്പ് ഈ ഖുർആനിനെ സത്യം ചെയ്തുകൊണ്ടാണ് പറയുന്നത്. യാസീൻ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നബി തങ്ങളുടെ പേരാണെന്ന് സങ്കല്പിച്ചാൽ ആ ആശയപ്രകാരം ഓ നബിയെ വൽ ഖുർആനിൽ ഹകീം, ഈ ആശയ സമ്പൂർണതയുള്ള സാരസമ്പുഷ്ടമായ ഖുർആൻ തന്നെ സത്യം, ഇന്നക ലമിനൽ മുർസലീൻ, അങ്ങ് തീർച്ചയായും മുർസലീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആൾ തന്നെയാണ് എന്ന് അല്ലാഹു തആല അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. പിന്നെ എന്താണ് ഈ ഖുർആൻ എന്നത് പരിചയപ്പെടുത്തുകയാണ്. തൻസീൽ അൽ അസീസ് റഹീം, റഹീമും അസീസുമായ അള്ളാഹുവിൻ്റെ അവതരണമാണിത്. അല്ലാഹു തആല ഇതിനെ അവതരിപ്പിച്ചു. തൻസീൽ അൽ അസീസ്, അസീസിന്റെ തൻസീൽ, അസീസായ റബ്ബ്, പ്രതാപിയായ റബ്ബ്, മറ്റൊരാൾക്കും പരാജയപ്പെടുത്താൻ കഴിയാത്ത റബ്ബ്. അപ്പോൾ ആധിപത്യ വിഷയത്തിൽ ആർക്കും പരാജയപ്പെടുത്താൻ സാധിക്കാത്ത അള്ളാഹു ആണ് ഈ വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചത്. അർ റഹീമി, കരുണാവാരിധിയുമായ അള്ളാഹു, കാരുണ്യവാനുമാണ്, അതേസമയം തന്നെ അധികാരത്തിൽ ആരാലും കീഴ്പ്പെടുത്തപ്പെടാത്ത അജയ്യനായ ശക്തിയുമാണ് അള്ളാഹു തആല. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ കാരുണ്യവാനും അജയ്യനുമായ അള്ളാഹുവിൻ്റെ അവതരണമാണ്, അള്ളാഹുവാണ് ഈ വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ച് തന്നിട്ടുള്ളത്. ഇതിലുള്ള ആശയങ്ങൾ അള്ളാഹു തആല പറഞ്ഞു തന്നതാണ്. എന്തിനു വേണ്ടിയാണത്? ലിതുൻദിറ, മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി. ഈ ഖുർആനിനെ എന്തിനാണ് അവതരിപ്പിച്ചത്? ലിതുൻദിറ, നബിയെ അങ്ങ് മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയാണ്. ഖൗമൻ, ഒരു കൂട്ടർക്ക്. എങ്ങനെയുള്ള കൂട്ടരാണ്? മാ ഉൻദിറ ആബാഉഹും, അവരുടെ പ്രപിതാക്കന്മാർക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ല. ഐ ലം യുൻദറു ഫീ സമനിൽ ഫിത്ര, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം പിന്നീട് പ്രവാചകന്മാരില്ല. ഏകദേശം 5 നൂറ്റാണ്ട് കാലത്തേക്ക് പ്രവാചകന്മാരില്ല. പിന്നീടാണ് മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. അതിൻ്റെ ഇടയിലുള്ള ഈ ഒരു കാലഘട്ടത്തിനെ വിളിക്കുന്ന പേരാണ് പ്രവാചകന്മാരില്ലാത്ത, ഭൂമുഖത്ത് പ്രവാചകന്മാരില്ലാത്തൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിന്റെ പേരാണ് ഫിത്രത്തിന്റെ കാലഘട്ടം എന്ന് പറയും. അപ്പൊ ഈ ഫിത്രത്തിന്റെ കാലഘട്ടത്തിൽ മുന്നറിയിപ്പ് നൽകപ്പെടാതെ പോയൊരു സമൂഹമുണ്ട്. ആ സമൂഹത്തിന്റെ പിൻഗാമികൾക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ് അങ്ങേക്ക് ഈ വിശുദ്ധ ഖുർആനിനെ നാം നൽകിയിട്ടുള്ളത്. ഫഹും, അവരാണെങ്കിൽ ഗാഫിലൂൻ, അവർ അശ്രദ്ധവാന്മാരായിരുന്നു. അവർ അള്ളാഹുവിന്റെ തൗഹീദിനെ കുറിച്ച്, വിശുദ്ധമായ സന്മാർഗ പാതയെക്കുറിച്ചൊക്കെ അവർ അശ്രദ്ധവാന്മാരായിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് എന്തിനെ കുറിച്ചാണ് അവർ അശ്രദ്ധരായത്? അനിൽ ഈമാനി, ഈമാൻ ഉൾക്കൊള്ളുന്നതിനെ കുറിച്ച് അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ലാതെ പോയി. വർ റുഷ്ദി, സന്മാർഗത്തിനെ കുറിച്ചും അവർക്കൊരു അറിവുമില്ലാതെ പോയി. അങ്ങനെയുള്ള സമൂഹത്തിന്റെ പിൻതലമുറയെ, പിൽക്കാല തലമുറയെ വിശുദ്ധമായ പാതയിലേക്ക് നയിക്കാനും അവരോട് തൗഹീദിനെ പറഞ്ഞു കൊടുക്കാനും അള്ളാഹുവിലുള്ള വിശ്വാസത്തിലേക്ക് അവരെ കൊണ്ടുവരാനും അള്ളാഹു നിശ്ചയിച്ചതായ ശരീഅത്തിന്റെ സന്മാർഗ പാതയിലൂടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ അവരോട് കൽപ്പിക്കാനും പ്രേരിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമാണ് നബിയെ അങ്ങേക്ക് ഈ വിശുദ്ധ ഗ്രന്ഥത്തെ ഒരു മുന്നറിയിപ്പ് ഗ്രന്ഥമായിട്ട് നാം നൽകിയിട്ടുള്ളത് എന്ന് അള്ളാഹു തആല പറയുന്നു. ലഖദ് ഹഖൽ ഖൗലു, തീർച്ചയായും വചനം സത്യമായിട്ടുണ്ട്. അള്ളാഹു തആലയുടെ വചനം സത്യമാണ്. ഹഖൽ ഖൗലു എന്ന് വെച്ചാൽ വചനം സത്യമാണ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായിരിക്കുന്നു എന്ന അർത്ഥം. എന്ത് നിർബന്ധമായിരിക്കുന്നു? അല അക്സരിഹിം, അവരിൽ ഭൂരിഭാഗത്തിന്റെ മേലും നിർബന്ധമായിരിക്കുന്നു. എന്ത്? അൽ ഖൗലു, വാക്ക്. എന്തിന്റെ വാക്കാണ് നിർബന്ധമായത്? ലഖദ് ഹഖൽ ഖൗലു, തീർച്ചയായും വചനം നിർബന്ധമായിരിക്കുന്നു, യാഥാർത്ഥ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമാകും, പുലരാൻ പോകും. പിന്നീട് സംഭവിക്കുന്ന ഒരു കാര്യം തീർച്ചയായും ഉറപ്പുള്ള കാര്യമാകുമ്പോൾ സംഭവിച്ചു എന്ന അർത്ഥത്തിൽ പറയും. അപ്പോൾ ലഖദ് ഹഖ എന്ന് പറഞ്ഞ മാളിയായ പദമാണ്, കഴിഞ്ഞ കാല ഭൂതകാലത്തെ കുറിച്ച് അറിയിക്കുന്ന പദമാണ് ഹഖ. ലഖദ് ഹഖൽ ഖൗലു, തീർച്ചയായും വചനം യാഥാർത്ഥ്യമായി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യാഥാർത്ഥ്യമായതല്ല, പരലോകത്ത് നാളെ യാഥാർത്ഥ്യമാകും. എങ്കിലും അത് തീർച്ചയുള്ള കാര്യമായതിനാൽ യാഥാർത്ഥ്യമായി എന്ന പദം പ്രയോഗിച്ചു. അപ്പൊ വചനം യാഥാർത്ഥ്യമായി. എന്ത് വചനമാണ് യാഥാർത്ഥ്യമായത്? അല അക്സരിഹിം, ഈ മുൻകാലക്കാരിൽ ഭൂരിഭാഗത്തിന്റെ മേലും വചനം യാഥാർത്ഥ്യമായിരിക്കുന്നു. എന്തിന്റെ വചനം? ബി അദാബിൻ, ശിക്ഷ കൊണ്ടുള്ള വചനം. ഇവരിൽ ഭൂരിഭാഗം ആളുകളെയും ശിക്ഷിക്കപ്പെടും. കാരണം അവർക്ക് ആ സമയത്ത് പ്രവാചകൻ ഇല്ല എങ്കിൽ തൊട്ട് മുൻപുള്ള പ്രവാചകന്മാർ ഏതാണോ ദഅവത്ത് ചെയ്തത് ആ തൗഹീദിലായിട്ട് അവർ നിലകൊള്ളേണ്ടതായിരുന്നു. അവരിൽ ഭൂരിഭാഗവും ആ തൗഹീദിന്റെ പാതയിൽ നിന്ന് വ്യതിചലിച്ചു പോയി. അപ്പൊ പ്രവാചകന്മാരുള്ള കാലത്ത് മാത്രം വിശ്വസിച്ചാൽ പോരാ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒന്നും കാലത്ത് വിശ്വസിക്കേണ്ടതില്ലല്ലോ. ഇപ്പൊ പ്രവാചകന്മാരില്ല. അപ്പോൾ
തൊട്ട് മുൻപുള്ള പ്രവാചകർ ദഅവത്ത് ചെയ്ത തൗഹീദ് അവർ പ്രബോധനം ചെയ്ത അവരുടെ ആ സമൂഹത്തിൽ മുൻകാലത്ത് ഉണ്ടായിരുന്ന ഏത് പ്രവാചകനാണോ ആ പ്രവാചകൻ ദഅവത്ത് ചെയ്ത ആ പ്രവാചകൻ പ്രബോധനം ചെയ്ത തൗഹീദും ഈമാനും റുഷ്ദും ഹുദയും സന്മാർഗവും എല്ലാം അത് പിൽക്കാലക്കാരും പിന്തുടരൽ നിർബന്ധമാണ്. അപ്പൊ അവരിൽ ഭൂരിഭാഗം ആൾക്കാരും പിന്തുടർന്നില്ല. അവർ പിന്നീട് ബഹുദൈവ ആരാധനകളിലേക്ക് ബിംബാരാധനകളിലേക്കും മറ്റുമൊക്കെ പോയി. അപ്പൊ അതിനാൽ അവർക്ക് അദാബുണ്ടാകും. ആ അദാബിനെ കുറിച്ചുള്ള വചനം യാഥാർത്ഥ്യമാണ്, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഫഹും ലാ യുഅ്മിനൂൻ, അവരിൽ ഭൂരിഭാഗം ആളുകൾ എന്ത് ചെയ്യുന്നില്ല, വിശ്വസിക്കുന്നില്ല. പിൽക്കാല തലമുറയിലും ഇതേപോലെ തന്നെ മുൻകാലക്കാർ വിശ്വസിക്കാതിരുന്നത് പോലെ തന്നെ പിൽക്കാല തലമുറയിലും വലിയൊരു വിഭാഗം ആളുകൾ അള്ളാഹുവിന്റെ തൗഹീദിനെയോ അള്ളാഹു അവതരിപ്പിച്ച ഹുദയായ ഈ വിശുദ്ധ ഇസ്ലാമിനെയോ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല.